മാനവാധികാർ സേന മീഡിയയിലേക്ക് സ്വാഗതം. രാഷ്ട്രവാദി ജനതാ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും മനുഷ്യാവകാശ സേന ദേശീയ പ്രസിഡന്റുമായ ഷാജി ജേക്കബിന് ബഹുമാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളോട് ചോദിക്കാനുള്ളത്, ഡൽഹിയിൽ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഡൽഹിയിൽ നിന്ന് ഓരോ ദിവസവും സ്ത്രീകളും പെൺകുട്ടികളും അപ്രത്യക്ഷരാകുന്നത് എന്തുകൊണ്ട്? ഭരണാധികാരികൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഓരോ ദിവസവും രാജ്യ തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 54 പേർ അപ്രത്യക്ഷരാകുന്നുണ്ട്. 2026 ജനുവരി 1 മുതൽ ജനുവരി 15 വരെയുള്ള 15 ദിവസത്തിനുള്ളിൽ ആകെ 807 പേരെ കാണാതായിട്ടുണ്ട്. ശരാശരി കണക്കെടുത്താൽ ഡൽഹിയിൽ ഓരോ ദിവസവും ഏകദേശം 54 പേർ അപ്രത്യക്ഷരാകുന്നുണ്ട്. ആശങ്കാജനകമായ കാര്യം, ഇതിൽ 572 പേർ ഇപ്പോഴും പോലീസിന്റെ പരിധിക്ക് പുറത്താണ്. അതായത് അവരെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നതാണ്. സ്ത്രീകളും പെൺകുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കാണാതായ ആളുകളിൽ 2/3 ഭാഗവും സ്ത്രീകളോ പെൺകുട്ടികളോ ആണ്. 15 ദിവസത്തിനുള്ളിൽ 509 സ്ത്രീകളും പെൺകുട്ടികളും അപ്രത്യക്ഷരായി. അതേസമയം പുരുഷന്മാരുടെ എണ്ണം 298 ആയിരുന്നു. മുതിർന്നവരിൽ 363 സ്ത്രീകളെയും 253 പുരുഷന്മാരെയും കാണാതായി. കുട്ടികളുടെ സുരക്ഷ ഒരു ഇരുണ്ട ചിത്രമായി മാറിയിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 191 പ്രായപൂർത്തിയാകാത്തവരെ കാണാതായിട്ടുണ്ട്. ഓരോ ദിവസവും ശരാശരി 13 കുട്ടികൾ അപ്രത്യക്ഷരാകുന്നുണ്ട്. കാണാതായവരിൽ 169 പേർ കൗമാരക്കാരാണ്. ഇതിൽ 138 പേർ പെൺകുട്ടികളും 31 പേർ ആൺകുട്ടികളുമാണ്. ഏറ്റവും ദാരുണമായ കാര്യം, പ്രായപൂർത്തിയാകാത്തവരിൽ ഏകദേശം 71% പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നതാണ്. കാണാതായവരിൽ ചെറിയ കുട്ടികളും ഉൾപ്പെടുന്നു. 8 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 13 കുട്ടികളെ കാണാതായപ്പോൾ 8 വയസ്സിന് താഴെയുള്ള 9 കുട്ടികളെ കാണാതായി. ഇതിൽ 6 കുട്ടികളെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൽഹി നിവാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രാത്രിയിൽ മക്കൾ വീട്ടിലെത്താൻ വൈകിയാൽ ഉമ്മറപ്പടിയിൽ ആകുലതയോടെ കാത്തിരിക്കുന്ന ഒരമ്മയുടെ സങ്കടം നിങ്ങൾക്കറിയാമോ? അച്ഛ എന്ന് വിളിച്ച് ഓടിവരാൻ ഇനി ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത ഒരച്ഛന്റെ നെഞ്ചിലെ തീ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ഭരണകൂടം എവിടെയാണ്? ജനങ്ങളുടെ കണ്ണീരിനേക്കാൾ വലിയ എന്താഘോഷമാണ് അധികാരികൾക്ക് ഇപ്പോഴുമുള്ളത്? രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ പെൺമക്കളും കുഞ്ഞുങ്ങളും ഇങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്നവർ എന്തിനാണ് മുഖം തിരിക്കുന്നത്? ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് ഇനിയും എത്ര പേർ ബലിയാടാകണം? നമ്മൾ ഇനിയും മൗനം പാലിച്ചാൽ നാളെ നമ്മുടെ ഉമ്മറപ്പടിയിലും ഈ നിശബ്ദത വന്നെത്തിയേക്കാം. ഇതൊരു വാർത്തയല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. അധികാരികളുടെ കണ്ണു തുറക്കുന്നതുവരെ നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം, നമ്മുടെ മക്കൾ എവിടെ? अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।